കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശിഷ്യ CPM-നും ഇന്നിപ്പോ നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നു. അകല പോലും സഖാവ് പിണറായി വിജയൻ താൻ ചെയ്തു വെച്ച തെറ്റിനെ ന്യായീകരിക്കുന്നത് തിരുത്തുന്നതിന് പാർട്ടിക്ക് കഴിയാതെ പോയത് വല്ലാത്ത കാപഢ്യമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. എപ്പോൾ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ സത്യം പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന BN അസ്കറിനും അവസാനം ക്ഷമ നശിച്ചു. എന്തിനേയും ന്യായീകരിക്കുന്നതിനും ഒരു പരിധി വേണ്ടേ? ഇടതുപക്ഷ നിരീക്ഷകൻ തുറന്നടിച്ചു, ചോദ്യം ചോദിച്ചു, വിമർശിച്ചു. ഉടൻ വന്നു പാർട്ടിയുടെ താക്കീത്. ഇടതുപക്ഷ നിരീക്ഷകൻ പദവി രാജിവെച്ചു. ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകനായി രംഗത്തുണ്ടാവുമെന്നും BN അസ്കർ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശിഷ്യ CPM-നും ഇന്നിപ്പോ നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നു, അകാലനര ബാധിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ CPM കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ്. എല്ലാ കാലത്തും CPM സാമുദായിക നേതാക്കന്മാർക്കെതിരെ വാളെടുത്ത് വർത്തമാനം പറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമാണ് CPM-ന് അധികാരത്തിലെത്താൻ കഴിയും. 1996 ഒക്ടോബറിലെ തണുത്ത അവസാന ദിനങ്ങളിൽ 29 മുതൽ 31 വരെ ദിവസങ്ങളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി AKG ഭവനിൽ കൂടുകയും അന്ന് ഒരു തിരുത്തൽ രേഖ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പ്രാവർത്തിക്കേണ്ട കടമകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സ്വന്തം സർക്കാർ നൽകുന്ന കാറിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റാൻ പാടില്ല എന്ന് കൃത്യമായ നിഷ്കർഷമുണ്ട്. ഇന്നലെ പോലും സഖാവ് പിണറായി വിജയൻ താൻ ചെയ്തു വെച്ച തെറ്റിനെ ന്യായീകരിക്കുന്നത് തിരുത്തുന്നതിന് പാർട്ടിക്ക് കഴിയാതെ പോയത് വല്ലാത്ത കാപഢ്യമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. എപ്പോഴൊക്കെ ഇടതുപക്ഷം ഇത്തരം മതനേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകൂ. ആ നിലപാടുകൾ ഇന്ന് ജരാനരകൾ ബാധിക്കുന്നു എന്നത് ഏറ്റവും ആപത്കരവും ഉത്കണ്ഠാകുലവും അതുപോലെ തന്നെ ഭയാനകവുമായ